തൃശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 63 കിലോമീറ്റർ അകലെയുള്ള കേരളത്തിന്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. ചാലക്കുടിയിൽ നിന്ന് ആനമല റോഡിലൂടെ 33 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിനടുത്തെത്തണമെങ്കിൽ കാട്ടിലൂടെയുള്ള ഒരു യാത്ര ആവശ്യമാണ്. പലതരം മലമുഴക്കി വേഴാമ്പലുകളുടെയും കുരങ്ങന്മാരുടെയും മറ്റനേകം ജീവികളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ കാടുകൾ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഷോളയാർ റേഞ്ചിലെ ഏറ്റവും മനോഹരമായ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം: ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഒഴുകി പതിക്കുന്ന സ്ഥലം അങ്ങ് താഴെയാണ്. എന്നാൽ മുകളിലായി ഒഴുകി വരുന്ന വെള്ളത്തിൽ കുളിക്കാനും നടക്കാനുമൊക്കെയുള്ള ഒരു ചെറിയ സ്ഥലവും ഇവിടെയുണ്ട്. ആതിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ വാഴച്ചാൽ എത്തും. ഇതുപോലെ തന്നെ കാടും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് വാഴച്ചാൽ. എന്നാൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകൾ ആതിരപ്പള്ളിയിൽ തന്നെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വാഴച്ചാലിലേക്ക് പോയില്ല. ഇവിടെ നിന്നും സാക്ഷാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ താഴെ നിന്ന് കാണുന്ന അത്രയൊരു സുഖം എവിടെ നിന്ന് നോക്കിയാലും കിട്ടില്ലല്ലോ. എന്നും ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ചും അവധിക്കാലത്തൊക്കെ തിരക്കിന്റെ എണ്ണം ഏറെ വർദ്ധിക്കും. അതുകൊണ്ട് കൃത്യമായ സുരക്ഷാ മാർഗങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വനം വകുപ്പ് ഈ ഒരു പ്രദേശം വിനോദസഞ്ചാരത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം താഴെ പോയി വെള്ളച്ചാട്ടം കാണുക എന്നതാണ്. അതിനായി വീണ്ടും കാടിന്റെ നടുവിലൂടെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പാതയിലൂടെ യാത്ര ചെയ്യണം. നടക്കാൻ ഒരുപാട് ദൂരമുള്ളത് കൊണ്ടും മടിയായതുകൊണ്ടും നിഷാൻ ഞങ്ങളോടൊപ്പം വന്നില്ല. അവസാനം നടന്ന് അവിടെ എത്തി. 80 അടി ഉയരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചാലക്കുടി പുഴ താഴേക്ക് പതിക്കുന്ന അസുലഭ സുന്ദരമായ ആ കാഴ്ച ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഇവിടെ മുഴുവനും തണുത്തു വിറയ്ക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. ഒപ്പം ജലപ്രവാഹവും. ഇത് ഡിസംബർ മാസമാണ്, എങ്കിലും ചൂടിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ട്. പക്ഷേ കാഴ്ചയുടെ മനോഹാരിതയെ അതൊട്ടും ബാധിക്കുന്നില്ല. പയ്യയിലെ അടടാ മഴടാ പാട്ടും ബാഹുബലിയിൽ പ്രഭാസ് ശിവലിംഗം പൊക്കുന്നതും അങ്ങനെ പല സിനിമകളിലും വന്നിട്ടുള്ള വിഖ്യാതമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുൻപിൽ അവിടെ നിൽക്കുമ്പോൾ വെള്ളം ഒഴുകി താഴേക്ക് വീഴുന്നതും താഴെ പതിക്കുമ്പോഴുള്ള ശബ്ദവും അവിടെയുള്ള ഒരു കുളിർമയും ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് കേട്ടോ. വഴി മുഴുവനും വലിയ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. ആളുകൾ സ്ഥിരമായി കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ തെന്നലും വഴുക്കലും കുറവാണ്. പക്ഷേ ശ്രദ്ധിക്കണം. എങ്കിലും അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ പല പ്രായത്തിലുള്ള ആളുകളെ കൊണ്ട് ഇവിടം നിറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നേരത്തെ യാത്രയ്ക്കും നടത്തത്തിനും ശേഷമാണല്ലോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായി ഞാൻ എത്തിയത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാഴ്ച കൊണ്ട് ഒരു നഷ്ടവുമില്ല. ഇനിയൊരവസരം കിട്ടുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഞാൻ വീണ്ടും ഈ വെള്ളച്ചാട്ടം കാണാനായി തീർച്ചയായും എത്തിയിരിക്കും. വെള്ളച്ചാട്ടം കാണാനുള്ള നടത്തവും അവിടെ വന്നതിന് ശേഷം പാറക്കെട്ടിലൂടെയുള്ള നടത്തവും എല്ലാം കഴിയുമ്പോൾ ഒരാൾ എന്തായാലും മടുത്തിരിക്കും. അത് നേരത്തെ മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു നാരങ്ങ വെള്ള കടയുണ്ടായിരുന്നു. ഞാനും ഒട്ടും മടിച്ചില്ല, ഒരു നാരങ്ങ വെള്ളം പാസാക്കി. ആരുടെ കയ്യിൽ ഭക്ഷണം കണ്ടാലും തട്ടിപ്പറിക്കാൻ കാത്തിരിക്കുന്ന ഇതുപോലുള്ള കുരങ്ങന്മാരും ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു കൂട്ടായിരുന്നു. കാടിനുള്ളിലെ യാത്രക്കിടയിൽ നാം വാങ്ങുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി ആ വാങ്ങിയ കുപ്പി എൻട്രൻസിൽ തിരികെ നൽകുകയാണെങ്കിൽ നമുക്ക് 10 രൂപ ലഭിക്കും. എന്ത് നല്ല മെത്തേഡാണല്ലേ. എങ്കിൽ ഞാൻ മടങ്ങട്ടെ. നമ്മുടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്നത് പ്രകൃതിയുടെ ഇത്തരം വിസ്മയങ്ങൾ തന്നെയാണ്. വായിച്ചാലും തീരാത്തൊരു പുസ്തകമാണ് നമ്മുടെ ചുറ്റുപാടെങ്കിൽ അതിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.